നമസ്കാരം. ടേക്കി ക്വിസിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. PSC എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഓസ്കർ അവാർഡ്സ്. നമുക്ക് മാർക്ക് ഉറപ്പിക്കാവുന്ന ഒരു പോർഷനാണിത്. ഇവിടെ 2024ലെയും 2023ലെയും അവാർഡുകളെ കുറിച്ചാണ് പറയുന്നത്. അവ നമുക്ക് നോക്കാം. 96th ഓസ്കർ അവാർഡ്സ്. ഓസ്കർ അവാർഡ് നൽകുന്നത് അക്കാദമി ഓഫ് മോഷൻ പിക്ചർ ആർട്സ് ആൻഡ് സയൻസ് ആണ്. അപ്പോൾ ഓസ്കർ അവാർഡ് നൽകുന്നത് അക്കാദമി ഓഫ് മോഷൻ പിക്ചർ ആർട്സ് ആൻഡ് സയൻസ് ആണ്. 2024 എത്രാമത് ഓസ്കർ അവാർഡാണ് പ്രഖ്യാപിച്ചത്? 96ാമത് ഓസ്കർ അവാർഡാണ് 2024 പ്രഖ്യാപിച്ചിട്ടുള്ളത്. പുരസ്കാര ചടങ്ങ് നടന്നത് 2024 മാർച്ച് 10-നാണ്. ഇത് അമേരിക്കയിലെ ഡോൾബി തിയേറ്ററിൽ വെച്ചാണ് നടന്നത്. ഈ പരിപാടിയുടെ അവതാരകൻ ജിമ്മി കിമ്മലായിരുന്നു. 2024 ഏറ്റവും കൂടുതൽ പുരസ്കാരം ലഭിച്ച ചിത്രം ഓപ്പൻ ഹൈമർ ആണ്. ആകെ 7 പുരസ്കാരങ്ങളാണ് ഓപ്പൻ ഹൈമറിന് ലഭിച്ചത്. ഏറ്റവും കൂടുതൽ നോമിനേഷനുകൾ നേടിയ സിനിമ ഓപ്പൻ ഹൈമർ ആണ്. 13 നോമിനേഷനുകൾ ഉണ്ടായിരുന്നു ഓപ്പൻ ഹൈമറിന്. ആകെ എത്ര കാറ്റഗറികളിലാണ് 2024 പുരസ്കാരം നൽകിയത്? 23 കാറ്റഗറികളിലായിട്ടാണ് പുരസ്കാരം നൽകിയിട്ടുണ്ടായിരുന്നത്. മികച്ച ചിത്രം. ഇനി നമുക്ക് അവാർഡുകൾ നോക്കാം. 2024 മികച്ച ചിത്രം ഓപ്പൻ ഹൈമർ ആണ്. അതായത് 96ാമത് ഓസ്കർ അവാർഡിന് മികച്ച ചിത്രം ഓപ്പൻ ഹൈമർ ആണ്. അപ്പോൾ ഈ 96 എന്നുള്ളത് എല്ലാവരും ഓർത്ത് വയ്ക്കുക. ചിലപ്പോൾ PSC 95ാമത് ഓസ്കർ അവാർഡ് ലഭിച്ച മികച്ച ചിത്രം ഏതാണ്, അല്ലെങ്കിൽ 96ാമത് മികച്ച അവാർഡ് ലഭിച്ച ചിത്രം ഏത് എന്നൊക്കെ ചോദിക്കാം. അല്ലാതെ വർഷം ചോദിക്കാതെ എത്ര ആമത് എന്ന് ചോദിക്കും. അപ്പോൾ അത് ആലോചിച്ച് വയ്ക്കാം. 2024 96ാമത് ഓസ്കർ അവാർഡ് ലഭിച്ച ചിത്രമാണ് ഓപ്പൻ ഹൈമർ. മികച്ച സംവിധായകൻ ക്രിസ്റ്റഫർ നോളനാണ്. ഓപ്പൻ ഹൈമർ എന്ന ചിത്രത്തിൻ്റെ സംവിധാനത്തിനാണ് പുരസ്കാരം. മികച്ച നടൻ കിലിയൻ മർഫി. ഓപ്പൻ ഹൈമർ എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് പുരസ്കാരം. മികച്ച നടി എമ്മ സ്റ്റോൺ. ചിത്രം പുവർ തിങ്സ്. മികച്ച ഒറിജിനൽ ഗാനം വാട്ട് വാസ് ഐ മെയ്ഡ് ഫോർ. ബാർബി എന്ന ചിത്രത്തിലെ ആണ് പുരസ്കാരം. ബില്ലി എലീഷ്, ഫിനിയാസ് ഒ കോണൽ എന്നിവർക്കാണ് പുരസ്കാരം. അപ്പം മികച്ച ചിത്രം ഓപ്പൻ ഹൈമർ ആണ്. മികച്ച സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ. ഓപ്പൻ ഹൈമർ എന്ന ചിത്രത്തിനാണ് പുരസ്കാരം. മികച്ച നടൻ കിലിയൻ മർഫി. ചിത്രം ഓപ്പൻ ഹൈമർ. മികച്ച നടി എമ്മ സ്റ്റോൺ. ചിത്രം പുവർ തിങ്സ്. മികച്ച ഒറിജിനൽ ഗാനം വാട്ട് വാസ് ഐ മെയ്ഡ് ഫോർ. ബാർബി എന്ന ചിത്രത്തിനാണ് പുരസ്കാരം. മികച്ച ആനിമേറ്റഡ് ഫീച്ചർ ഫിലിം ദ ബോയ് ആൻഡ് ദ ഹെറോൺ ആണ്. മികച്ച സഹനടി ഡാവിൻ ജോയ് റാൻഡോൾഫ് ആണ്. ചിത്രം ഹോൾഡ് ഓവേഴ്സ്. മികച്ച സഹനടൻ റോബർട്ട് ഡൗണി ജൂനിയർ. ചിത്രം ഓപ്പൻ ഹൈമർ. മികച്ച ഇന്റർനാഷണൽ ഫീച്ചർ ഫിലിം ദ സോൺ ഓഫ് ഇൻട്രസ്റ്റ്. ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിം ദ വണ്ടർഫുൾ സ്റ്റോറി ഓഫ് ഹെൻറി ഷുഗർ. മികച്ച ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിമാണ് ദ വണ്ടർഫുൾ സ്റ്റോറി ഓഫ് ഹെൻറി ഷുഗർ. മികച്ച ഡോക്യുമെൻ്ററി ഫീച്ചർ ഫിലിം 20 ഡേയ്സ് ഇൻ മരിയപ്പോൾ ആണ്. മികച്ച ഡോക്യുമെൻ്ററി ഫീച്ചർ ഫിലിം 20 ഡേയ്സ് ഇൻ മരിയപ്പോൾ ആണ്. മികച്ച ഒറിജിനൽ തിരക്കഥ അനാട്ടമി ഓഫ് എ ഫോൾ. മികച്ച അവലംബിത തിരക്കഥ അമേരിക്കൻ ഫിക്ഷൻ. മികച്ച മേക്കപ്പും ഹെയർ സ്റ്റൈലിങ്ങും പുവർ തിങ്സ് എന്ന ചിത്രത്തിനാണ്. മികച്ച വിഷ്വൽ എഫക്റ്റുകൾ ഗോഡ്സില്ല -1. മികച്ച ഒറിജിനൽ സ്കോർ ഓപ്പൻ ഹൈമർ. മികച്ച ആനിമേറ്റഡ് ഷോർട്ട് ഫിലിം വാർ ഈസ് ഓവർ. മികച്ച ഷോർട്ട് ഡോക്യുമെൻ്ററി ദ ലാസ്റ്റ് റിപ്പയർ ഷോപ്പ്. മികച്ച ഛായാഗ്രഹണം ഓപ്പൻ ഹൈമർ എന്ന ചിത്രത്തിനാണ്. മികച്ച വസ്ത്രാലങ്കാരം പുവർ തിങ്സ് എന്ന ചിത്രത്തിനാണ്. മികച്ച ഫിലിം എഡിറ്റിംഗ് ജെന്നിഫർ ലാം ഓപ്പൻ ഹൈമർ എന്ന ചിത്രത്തിനാണ്. മികച്ച പ്രൊഡക്ഷൻ ഡിസൈൻ പുവർ തിങ്സ് എന്ന ചിത്രത്തിനാണ്. മികച്ച ശബ്ദം ദ സോൺ ഓഫ് ഇൻട്രസ്റ്റ് എന്ന ചിത്രത്തിനാണ്. അപ്പോൾ ഇത്രയുമാണ് 23 പുരസ്കാരങ്ങളാണ് 2024 പ്രഖ്യാപിച്ചത്. ഇതിൽ 7 പുരസ്കാരങ്ങൾ ഓപ്പൻ ഹൈമർ എന്ന ചിത്രത്തിനും 4 പുരസ്കാരങ്ങൾ പുവർ തിങ്സ് എന്ന ചിത്രത്തിനും 2 പുരസ്കാരങ്ങൾ ദ സോൺ ഓഫ് ഇൻട്രസ്റ്റ് എന്ന ചിത്രത്തിനുമാണ്. അപ്പോൾ ഇവിടെ എല്ലാം ഓർത്തു വയ്ക്കണമെന്നില്ല. നമുക്ക് മികച്ച ചിത്രം ഓപ്പൻ ഹൈമർ ആണെന്ന് ഓർത്തു വയ്ക്കാം. മികച്ച സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ. മികച്ച നടൻ കിലിയൻ മർഫി. മികച്ച നടി എമ്മ സ്റ്റോൺ. ഇതൊക്കെ ഓർത്തു വയ്ക്കാം. മികച്ച ഒറിജിനൽ ഗാനം വാട്ട് വാസ് ഐ മെയ്ഡ് ഫോർ. പിന്നെ മികച്ച ആനിമേറ്റഡ് ഫീച്ചർ ഫിലിം ചോദിക്കാൻ സാധ്യതയുണ്ട്. ദ ബോയ് ആൻഡ് ദ ഹെറോൺ ആണ്. പിന്നെ മികച്ച സഹനടി ഡാവിൻ ജോയ് റാൻഡോൾഫ്. മികച്ച സഹനടൻ റോബർട്ട് ഡൗണി ജൂനിയർ ആണ്. ഇന്റർനാഷണൽ ഫീച്ചർ ഫിലിം ദ സോൺ ഓഫ് ഇൻട്രസ്റ്റ്. ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിം ദ വണ്ടർഫുൾ സ്റ്റോറി ഓഫ് ഹെൻറി ഷുഗർ. പിന്നെ മികച്ച ഡോക്യുമെൻ്ററി ഫീച്ചർ ഫിലിം 20 ഡേയ്സ് ഇൻ മരിയപ്പോൾ.
പിന്നെ ചോദിക്കാൻ സാധ്യതയുള്ളത് മികച്ച ഷോർട്ട് ഡോക്യുമെൻ്ററി ദ ലാസ്റ്റ് റിപ്പയർ ഷോപ്പ്. ഇതൊരിക്കൽ PSC ചോദിച്ചിരുന്നു LDC എക്സാമിന് മറ്റോ. അപ്പോൾ ഇത്രയും ഓർത്ത് വയ്ക്കുക. ഇനി 95th ഓസ്കർ അവാർഡ്സ്, അതായത് 95ാമത് ഓസ്കർ അവാർഡ്സ് 2023 പ്രഖ്യാപിച്ചതാണ്. ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്, കാരണം ഇന്ത്യക്ക് ഓസ്കർ അവാർഡ് ലഭിച്ചിരുന്നു നാട്ടു നാട്ടു എന്ന സോങ്ങിന്. നമുക്ക് നോക്കാം. 2023 എത്രാമത്തെ ഓസ്കർ പുരസ്കാരമാണ് പ്രഖ്യാപിച്ചത്? 95ാമത് ഓസ്കർ പുരസ്കാരം. 95ാമത് ഓസ്കർ പുരസ്കാര വേദി ഡോൾബി തിയേറ്റർ, ലോസ് ആഞ്ചലസ്. എപ്പോഴും ഈ 2024ലെയും 2023ലെയും ഓസ്കറിൻ്റെ വേദി ഒന്ന് തന്നെയാണ്, അമേരിക്കയിലെ ലോസ് ആഞ്ചലസിലുള്ള ഡോൾബി തിയേറ്റർ. 2023 ഓസ്കർ പുരസ്കാര വേദിയിൽ അവതാരകരിൽ ഒരാളായ ഇന്ത്യൻ ബോളിവുഡ് താരം ആരാണ്? ദീപിക പദുക്കോൺ. ദീപിക പദുക്കോൺ ആണ് 2023 ഓസ്കർ പുരസ്കാര വേദിയിൽ അവതാരകയായി നിന്നിരുന്ന ഇന്ത്യൻ ബോളിവുഡ് താരം. മികച്ച ചിത്രം 2023 മികച്ച ചിത്രം എവറിത്തിങ് എവരിവെയർ ഓൾ അറ്റ് വൺസ്. എവറിത്തിങ് എവരിവെയർ ഓൾ അറ്റ് വൺസ് എന്ന ചിത്രത്തിനാണ് 2023 അവാർഡ്. മികച്ച നടൻ ബ്രൻഡൻ ഫ്രേസർ, ദ വെയിൽ എന്ന ചിത്രത്തിനാണ് പുരസ്കാരം. മികച്ച നടി മിഷേൽ യോ, എവറിത്തിങ് എവരിവെയർ ഓൾ അറ്റ് വൺസ് എന്ന ചിത്രത്തിനാണ് പുരസ്കാരം. മികച്ച അഭിനേത്രി എന്ന ഓസ്കർ പുരസ്കാരം നേടിയ ആദ്യ ഏഷ്യക്കാരിയാണ് മിഷേൽ യോ. മികച്ച സഹനടൻ കെ ഹുയി ക്വാൻ, എവറിത്തിങ് എവരിവെയർ ഓൾ അറ്റ് വൺസ് എന്ന ചിത്രത്തിനാണ് പുരസ്കാരം. മികച്ച സഹനടി ജെമി ലീ കർട്ടിസ്, എവറിത്തിങ് എവരിവെയർ ഓൾ അറ്റ് വൺസ് എന്ന ചിത്രത്തിനാണ് പുരസ്കാരം. മികച്ച സംവിധായകൻ ഡാനിയൽ കോൺ, ഡാനിയൽ ഷീനട്ട് എന്ന് 2 വ്യക്തികളുണ്ടായിരുന്നു. എവറിത്തിങ് എവരിവെയർ ഓൾ അറ്റ് വൺസ് എന്ന ചിത്രത്തിന് തന്നെയാണ് പുരസ്കാരം. മികച്ച മൗലിക പശ്ചാത്തല സംഗീതം ഓൾ ക്വയറ്റ് ഓൺ ദ വെസ്റ്റേൺ ഫ്രണ്ട്. മികച്ച ഛായാഗ്രഹണം ഓൾ ക്വയറ്റ് ഓൺ ദ വെസ്റ്റേൺ ഫ്രണ്ട്. മികച്ച തിരക്കഥ എവറിത്തിങ് എവരിവെയർ ഓൾ അറ്റ് വൺസ്. മികച്ച അവലംബിത തിരക്കഥ വിമൻ ടോക്കിംഗ്. മികച്ച അന്താരാഷ്ട്ര ഫീച്ചർ ഫിലിം ഓൺ ക്വയറ്റ് ഓൺ ദ വെസ്റ്റേൺ ഫ്രണ്ട്. മികച്ച ആനിമേഷൻ ചലച്ചിത്രം പിനോക്കിയോ. മികച്ച വിഷ്വൽ എഫക്ട്സ് അവതാർ, ദ വേ ഓഫ് വാട്ടർ. മികച്ച ശബ്ദം ടോപ്പ് ഗൺ മാവറിക്. മികച്ച എഡിറ്റിംഗ് എവറിത്തിങ് എവരിവെയർ ഓൾ അറ്റ് വൺസ്. മികച്ച ഹ്രസ്വ ഡോക്യുമെൻ്ററിക്കുള്ള പുരസ്കാരം ലഭിച്ചത് ദ എലിഫന്റ് വിസ്പറേഴ്സ്, സംവിധായക കാർത്തികി ഗോൺസാൽവസ്. മികച്ച ഒറിജിനൽ സോങ് നാട്ടു നാട്ടു, സംഗീത സംവിധായകൻ M കീരവാണിയാണ്. മികച്ച ഒറിജിനൽ സോങ്ങിനുള്ള ഓസ്കർ പുരസ്കാരം നേടിയ നാട്ടു നാട്ടു എന്ന ഗാനം ഏതു സിനിമയിലേതാണ്? RRR എന്ന തെലുങ്കു ചിത്രത്തിലേതാണ് ഈ ഗാനം? മികച്ച കോസ്റ്റ്യൂം ഡിസൈനർ റൂത്ത് കാർട്ടർ, ബ്ലാക്ക് പാന്തർ വക്കാൻഡ ഫോർ എവർ എന്ന ചിത്രത്തിനാണ് പുരസ്കാരം. 2 വട്ടം ഓസ്കർ അവാർഡ് നേടുന്ന ആദ്യ ആഫ്രിക്കൻ അമേരിക്കൻ വനിതയാണ് റൂത്ത് കാർട്ടർ. അപ്പോൾ ഇതിൽ ഓർത്തു വയ്ക്കാനുള്ളത് മികച്ച ചിത്രം എവറിത്തിങ് എവരിവെയർ ഓൾ അറ്റ് വൺസ്. നമ്മൾ 2024 ഓപ്പൺ ഹൈമറിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ എവറിത്തിങ് എവരിവെയർ ഓൾ അറ്റ് വൺസ് എന്ന ചിത്രത്തിനും 7 പുരസ്കാരങ്ങൾ ലഭിച്ചിരുന്നു 2023 ഓസ്കർ അവാർഡിൽ. അപ്പോൾ മികച്ച ചിത്രം എവറിത്തിങ് എവരിവെയർ ഓൾ അറ്റ് വൺസ് ആണ്. മികച്ച നടൻ ബ്രൻഡൻ ഫ്രേസർ ആണ്, ദ വെയിൽ എന്ന ചിത്രത്തിനാണ് പുരസ്കാരം. മികച്ച നടി മിഷേൽ യോ ആണ്, എവറിത്തിങ് എവരിവെയർ ഓൾ അറ്റ് വൺസ് എന്ന ചിത്രത്തിനാണ് പുരസ്കാരം. ഓസ്കർ പുരസ്കാരം നേടിയ ആദ്യ ഏഷ്യക്കാരിയാണ് മിഷേൽ യോ. മികച്ച സഹനടൻ കെ ഹുയി ക്വാൻ ആണ്, എവറിത്തിങ് എവരിവെയർ ഓൾ അറ്റ് വൺസ് എന്ന ചിത്രത്തിനാണ് പുരസ്കാരം. മികച്ച സഹനടി ജെമി ലീ കർട്ടിസ്, എവറിത്തിങ് എവരിവെയർ ഓൾ അറ്റ് വൺസ്. മികച്ച സംവിധായകൻ ഡാനിയൽ കോൺ, ഡാനിയൽ ഷീനട്ട്, 2 പേർക്കാണ് പുരസ്കാരം. എവറിത്തിങ് എവരിവെയർ ഓൾ അറ്റ് വൺസ് എന്ന ചിത്രത്തിനാണ് പുരസ്കാരം. പിന്നെ മികച്ച ഒറിജിനൽ സോങ് നാട്ടു നാട്ടു, സംഗീത സംവിധായകൻ M കീരവാണിയും രചയിതാവ് ചന്ദ്രബോസിനുമാണ് പുരസ്കാരം. മികച്ച ഒറിജിനൽ സോങ്ങിനുള്ള ഓസ്കർ പുരസ്കാരം നേടിയ നാട്ടു നാട്ടു എന്ന ഗാനം RRR എന്ന തെലുങ്കു ചിത്രത്തിനാണ്. പിന്നെ ചോദിക്കാൻ സാധ്യതയുള്ള മികച്ച ഹ്രസ്വ ഡോക്യുമെൻ്ററിക്കുള്ള പുരസ്കാരം ലഭിച്ചത് ദ എലിഫന്റ് വിസ്പറേഴ്സ് എന്ന ഒരു ഡോക്യുമെൻ്ററിക്കാണ്. സംവിധായക കാർത്തികി ഗോൺസാൽവസ് ആണ്. അപ്പം ഇത്രയും. പിന്നെ മികച്ച കോസ്റ്റ്യൂം ഡിസൈനറായി തിരഞ്ഞെടുക്കുക റൂത്ത് കാർട്ടർ, 2 വട്ടം ഓസ്കർ അവാർഡ് നേടുന്ന ആദ്യ ആഫ്രോ അമേരിക്കൻ വനിതയാണ് റൂത്ത് കാർട്ടർ. അപ്പോൾ ഇത്രയാണ് ഓസ്കർ അവാർഡ്സിനെ പറ്റി പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിൻ്റെ PDF നോട്ട്സ് ആവശ്യമുണ്ടെങ്കിൽ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക.
സോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത്. ഓക്കെ, താങ്ക്